ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ നാട്ടിൽ കംപ്ലീറ്റ് കൊതുകുകളും അങ്ങ് അപ്രത്യക്ഷമായില്ല. എങ്ങനെ ഉണ്ടാവും? എന്തൊരാശ്വാസം അല്ലേ. സുഖമായിട്ട് കിടന്നുറങ്ങാം, ശല്യപ്പെടുത്തലുകളില്ല, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. അതിലൊരു പ്രശ്നമുണ്ടല്ലോ, ഈ കൊതുകൊക്കെ അങ്ങോട്ട് പോയാലേ സത്യം പറഞ്ഞാൽ അതൊരു ദുരന്തത്തിന്റെ തുടക്കമായിരിക്കും. മീനുകളുടെ, പക്ഷികളുടെ, വവ്വാലുകളുടെ ഒക്കെ പ്രധാന ഫുഡ് എന്താ? കൊതുക്. മാത്രമല്ല വെള്ളത്തിലെ ഓക്സിജൻ നിലനിർത്തുന്നത് ഇവരുടെ ലാർവകൾക്ക് ഒരു പ്രധാന പങ്കുണ്ട് പോലും. അതായത് കൊതുകുകൾ പോയാൽ വെള്ളം ചീത്തയാകും, വെള്ളം ചീത്തയാൽ മീനുകൾ ചത്തുപൊങ്ങും, പ്രകൃതിയുടെ താളം തെറ്റും. പ്രകൃതിക്ക് ഇമ്പോർട്ടൻ്റ് അതിൻ്റെ താളമാണ്. നമ്മൾ അനുഭവിക്കുന്ന ശല്യം പ്രകൃതിക്ക് ഒരു പ്രശ്നമേ അല്ല. പ്രകൃതിക്ക് വരുന്നത് അതിൻ്റെ ബാലൻസാ. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാലോ, ഈ കൊതുകുകൾ പോയാലും വേറെ കൊതുകുകൾ ഇല്ലേ, നമ്മളെ ചൊടിപ്പിക്കുന്നവരില്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഇവരെയും ശപിക്കാൻ വരട്ടെ കേട്ടോ. കൊതുകുകൾ പ്രകൃതിക്ക് എത്രമാത്രം അനിവാര്യമാണോ അത്ര തന്നെ കൊതുകുകൾ ആരെയാണ് വളർത്തുന്നത്? വവ്വാലുകളെ, മീനുകളെ, പക്ഷികളെ. എന്നാൽ നമ്മളെ ഈ കുത്തുന്ന, ചൊറിയുന്ന, നമ്മളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന ഇവരൊക്കെ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വളരും. നമ്മളെ ഒന്ന് ഉണർത്താൻ, നമ്മുടെ വാശി പുറത്തെടുക്കാൻ ഈ കുത്തലുകൾ വേണ്ടേ? അവർ തരുന്ന വേദനയല്ലേ പലപ്പോഴും നമ്മുടെ ഇന്ധനം മുന്നോട്ട് പോകാൻ, കുത്തിക്കാൻ, നമ്മുടെ ആ സുഖിക്കണ അവസ്ഥയിൽ നിന്ന് കൂട്ടുപൊട്ടിച്ച് പുറത്തേക്ക് പോകാൻ. ഇവരുണ്ടാക്കുന്ന തടസ്സങ്ങളല്ലേ നമ്മളെ മറ്റു വഴികൾ കണ്ടെത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്, അങ്ങനെ പുതിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിമർശകരുണ്ടാകട്ടെ, ശല്യക്കാരുണ്ടാകട്ടെ, കൊതുകുകൾ ഉണ്ടാകട്ടെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, ശല്യമില്ലെങ്കിൽ അതിജീവനമില്ല, വെല്ലുവിളികളില്ലെങ്കിൽ വളർച്ചയുമില്ല അല്ലേ.